ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിജു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയൽ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 13 ഏക്കർ സ്ഥലമാണ്. ഇത് 10 ഏക്കറായിട്ടും നമുക്ക് മേടിക്കാൻ കഴിയുന്നതാണ്. 10 ഏക്കറായിട്ടും മേടിക്കാം, 13 ഏക്കറായിട്ടും മേടിക്കാം. 10 ഏക്കർ ഒരു ടീമിൻ്റെതും, 3 ഏക്കർ ഇവരുടെ ബന്ധുവിൻ്റെയുമാണ്. അങ്ങനെയാണ് 13 ഏക്കർ സ്ഥലം വരുന്നത്. നല്ല തോതിൽ വരുമാനമുള്ള സ്ഥലമാണ്. കാപ്പിയും കുരുമുളകും കവുങ്ങും തെങ്ങും എല്ലാം ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നിരന്ന സ്ഥലമാണ്. ഒരുപാട് ബട്ടർ ഫ്രൂട്ടിൻ്റെ ഒക്കെ മരമൊക്കെ ഈ സ്ഥലത്തുണ്ട്. എല്ലാ കാപ്പിയും മുളകും ഇതൊന്നും കൂടാണ്ട് ബട്ടറിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഹൈവേ സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സുന്ദര ഭൂമിയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ടാറോഡ് മുതൽ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറി വരെ, അങ്ങേയറ്റം വരെ ഈ കാണുന്ന വഴിയുണ്ട്. ബൗണ്ടറിയിലൊരു പുഴയുമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിൽ അതിമനോഹരമായിട്ടുള്ളൊരു പുഴയുമുണ്ട്. ഈ പുഴയിൽ നിന്ന് മോട്ടർ വെച്ച് ഈ പറമ്പ് ഇവർ നനയ്ക്കുന്നുണ്ട്. ഈ പറമ്പ് നനച്ച് വരുമാനം എടുക്കുന്നുണ്ട് ഇവര്. വലിയ പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. പുഴയോട് ചേർന്ന് തന്നെ വലിയൊരു മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ പൈപ്പ്, നല്ല വലിപ്പമുള്ള വലിയ പൈപ്പാണ് ഇവർ ഈ പറമ്പ് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. താഴെ മുതൽ മുകൾ ഭാഗം വരെ, മേലെ ഹൈവേൻ്റെ അടുത്ത് വരെ ഒരു പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത്രയും നല്ല രീതിയിൽ പണിക്കാരെ വെച്ച് പണിയെടുപ്പിച്ച് വരുന്ന ഒരു പറമ്പാണിത്. പണിക്കാർക്ക്, വർക്കേഴ്സിന് താമസിക്കുവാനുള്ള ഒരു ചെറിയൊരു വീടും ഈ സ്ഥലത്തുണ്ട്. അതേപോലെ തന്നെ കാപ്പിയൊക്കെ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് വലിയ കളമുണ്ട്. അതെല്ലാം ഈ പറമ്പിൻ്റെ നടുക്കായിട്ടാണ് ഉള്ളത്. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. ഒരു ഇടിവെട്ട് സ്ഥലം എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥലത്തെ വയനാട് ജില്ലയിലെ അമ്പലവയൽ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സൂപ്പർ സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ പണിയെടുക്കുന്ന പറമ്പാന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് കണ്ടോ, പൈപ്പ് കണ്ടോ? ഇതാണ് ഈ പൈപ്പിൽ തോട്ടം നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഇട്ടിരിക്കുന്ന പൈപ്പാണിത്. മോട്ടർ അത്രയ്ക്ക് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടറൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും വരുമാനം. കവുങ്ങ് പോയിട്ടില്ല, അതേപോലെ തന്നെ തെങ്ങ് പോയിട്ടില്ല. നല്ല കാപ്പിയുണ്ട്. കുരുമുളക് അല്പം കുറവാട്ടോ. കുരുമുളക് അങ്ങനെ വലിയ തോതിൽ ഉണ്ടെന്നൊന്നും പറയാനില്ല. ചെറിയ രീതിയിൽ മാത്രമാണ് കുരുമുളക് ഉള്ളത്. നല്ല അടഞ്ഞ തിക്ക് കാപ്പിത്തോട്ടമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടഞ്ഞ കാപ്പിത്തോട്ടം. കാപ്പിക്ക് എന്താ വില എന്നറിയില്ലേ? ഒരേക്കർ കാപ്പിത്തോട്ടത്തിൽ നിന്ന് തന്നെ ആൾക്കാർ 2 ലക്ഷം 3 ലക്ഷം രൂപേൻ്റെ കാപ്പിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 10-13 ഏക്കർ സ്ഥലമൊക്കെ ഉള്ള ഒരാൾക്ക് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടാവും? എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറമ്പിൽ നിന്ന് ഒരു വർഷം ഒരു 10-30 ലക്ഷം രൂപേൻ്റെ വരുമാനം ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇതൊരു ബട്ടർ ഫ്രൂട്ടിൻ്റെ മരമാണ്. ബട്ടർ ഫ്രൂട്ടിൻ്റെ മരം തന്നെ ഒരുപാടുണ്ട്. ബട്ടർ വിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്യാഷ് കിട്ടും. അത്രയ്ക്ക് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. 13 ഏക്കർ ഉണ്ട്. 13 ഏക്കർ. ഇതൊക്കെ വാങ്ങുന്ന ആൾക്ക് മുതലാട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈവേ സൈഡിലൊക്കെ നമുക്കൊരു 10 സെൻറ്റ് 20 സെൻറ്റ് 30 സെൻറ്റൊക്കെ വാങ്ങണമെങ്കിൽ ഒരു സെൻറ്റിന് 3 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. 3 ലക്ഷം രൂപ പോലും കൊടുക്കാണ്ട് നമുക്ക് കിട്ടില്ല. അത് ടൗണിനോടനുബന്ധിച്ച് കിട്ടൂല കേട്ടോ. ടൗണിനോടൊക്കെ അനുബന്ധിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അമ്പലവയൽ ടൗണിൻ്റെ ഒക്കെ അടുത്ത് നല്ല വിലയുണ്ട്. 3 ലക്ഷത്തിനും കിട്ടില്ല, 4-നും കിട്ടില്ല, 5-നും കിട്ടില്ല, 6-നും കിട്ടില്ല. ചിലപ്പോൾ അതിനും മേലോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ആ സ്ഥാനത്താണ്. അമ്പലവയൽ ടൗണ് വിട്ട് കുറച്ചങ്ങ് പോയാലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു 20 സെൻറ്റ് 30 സെൻറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ വാങ്ങാൻ കഴിയും കേട്ടോ. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ഇവർ 60,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. ഒരു സെൻറ്റിന് 60,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. ഈ പറയുന്ന വില നെഗോഷ്യബിളാണ്. നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓണറുമൊത്ത് താല്പര്യമുള്ള ബയ്യറാണെങ്കിൽ
താല്പര്യമുള്ള ബയ്യറാണെങ്കിൽ ഓണറുമായി ഇരുന്ന് സംസാരിക്കുമ്പോൾ വില കുറയുന്നതാണ്. നല്ല വ്യൂ ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ എടക്കൽ കേവിൻ്റെ വ്യൂ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നല്ല ലോങ് വ്യൂ, തമിഴ്നാട്ടിലേക്കുള്ള ലോങ് വ്യൂ, തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ, അതിമനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ എല്ലാം ലഭിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണിത്. എന്താ പറയുക, അത്രയ്ക്കും ഭംഗിയാർന്നൊരു സ്ഥലം, അത്രയ്ക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. എന്താ പറയുക, ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ തേയിലയാണ്. ഒരുപാട് ഫലവൃക്ഷങ്ങളും എല്ലാം അടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പറമ്പാണിത്. എന്താ പറയുക, നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ചെരുവ് കണ്ടിട്ടുണ്ടോ? ചെരുവുണ്ട്, അല്പം ഭാഗമൊക്കെ ചെരുവുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും എന്താ പറയുക, ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം. നിങ്ങൾക്ക് വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ടാണ്ട് വന്നാൽ മതി. ഞാൻ നിങ്ങളെ ഈ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും. അത്രയ്ക്കും നല്ല സ്ഥലമാണ് സുഹൃത്തുക്കളെ, അത്രയ്ക്കും നല്ല സ്ഥലമാണ്. ഇതൊക്കെ നല്ലൊരാളുടെ അടുത്ത് കിട്ടണം, നല്ലൊരു കർഷകൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, അതല്ല ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ, എന്താ പറയുക, ഒരു ഹോം സ്റ്റേ, ഒരു റിസോർട്ടൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്താണ് ഈ പ്രോപ്പർട്ടി കിട്ടുന്നതെങ്കിൽ എന്താ പറയുക, ബെറ്റർ ആയിരിക്കും. അയാൾ ഈ പറമ്പ് കൊണ്ട് ക്യാഷ് ഉണ്ടാക്കും, ഈ പറമ്പും കൊണ്ട് പൈസ ഉണ്ടാക്കും അയാൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. നല്ല വ്യൂവും കാര്യങ്ങളും. നമുക്ക് ഹൈവേ നിന്ന് നേരിട്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറാം. എന്താ പറയുക, ഇടവഴിയിലൂടെ ഒന്നും പോയിട്ട് ഒരു വണ്ടി വരുമ്പോൾ ഒരു വണ്ടി കടന്നു പോവാത്ത വിധത്തിലുള്ള റോഡൊന്നും അല്ല. ഹൈവേ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കയറാം. ഹൈവേ നിന്ന് നേരിട്ട് കയറാൻ ഭാഗത്തിന് വീതിയുള്ള അത്രയും ഹൈവേ ഫ്രണ്ടേജിലായി കിടക്കുന്ന സ്ഥലമാണ്. അത്രയ്ക്കും നല്ലൊരു സ്ഥലമാണ്. റിസോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ റിസോർട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതല്ല, ഇനി ഒരു കൃഷിക്കാരനാണ് വാങ്ങുന്നതെങ്കിൽ അയാൾക്ക് എന്താ പറയുക, ഈ പറമ്പ് കൊണ്ട് അയാൾക്ക് എന്താ പറയുക, അയാളുടെ ഒരു 10 തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് താഴെ ഭാഗം. അങ്ങനെ നമ്മൾ സ്ഥലത്തിൻ്റെ താഴെ ഭാഗത്തി ഇത് മോട്ടറാണ് കേട്ടോ. പുഴയിൽ നിന്ന് ഈ പറമ്പ് നനയ്ക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മോട്ടർ വെച്ച കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ പച്ച പൈപ്പാണ് പുഴയിലേക്ക് പോയിരിക്കുന്നത്. ഈ പച്ച പൈപ്പ് വഴി വെള്ളം കയറി വന്നിട്ടാണ് എന്താ പറയുക, ഇവർ പറമ്പ് നനയ്ക്കുന്ന കേട്ടോ. ഫുള്ള് ഇല്ലിയാണ്, ഈ പുഴയോട് ചേർന്ന് ഫുള്ള് ഇല്ലിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുഴ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. അത്ര ക്ലിയർ ആയി കാണാൻ പറ്റാത്തത്. നല്ല വ്യൂ ഒക്കെ ലഭിക്കുന്ന റഡാർ സൈറ്റാണ്. പുഴ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. പുഴ കാണിക്കുക, വെള്ളം ഒഴുകുന്നത് കാണിക്കുക, ഫുള്ള് ഇല്ലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ക്ലിയറായി കാണാത്തത്. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. ഒരു സെൻറ്റിന് 60,000 രൂപ, ഒരു ഏക്കറിന് 60 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. എന്നാലും ഈ സ്ഥലം ഒരു കുഴപ്പമില്ല, വില നെഗോഷ്യബിൾ ആണ്. ഇരുന്ന് സംസാരിച്ചാൽ കുറയും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഴയിലൂടെ വെള്ളം ഒഴുകുന്നതാണ് ഈ കാണുന്നത്. അത്രയ്ക്ക് നല്ലത്. ഇതുപോലത്തെ ഒരു പുഴ എന്താണെങ്കിലും നമ്മുടെ സ്ഥലത്തേക്ക് വെള്ളം കയറൊന്നുമില്ല. ആ വെള്ളം കയറാൻ മാത്രം ഇവിടെ വലിയ ഡാമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ പറയുക, അത്രയ്ക്ക് നല്ലൊരു സ്ഥലം. 60,000 രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത്. ഏക്കർക്ക് 60 ലക്ഷമാണ്. മൊത്തത്തിൽ 13 ഏക്കർ സ്ഥലമുണ്ട്. 10 ഏക്കറായിട്ട് വാങ്ങാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 13 ഏക്കറായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഒരു സെൻറ്റിന് 60,000 രൂപയാണ്, ഒരു ഏക്കറിന് 60 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വന്നോളൂ. ഞാൻ തന്നെ നിങ്ങളെ ഈ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.